ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഡോണയും ഡോണയുടെ ഫാമിലിയാണ്. ഡോണയ്ക്ക് BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിലേക്കുള്ള സ്റ്റുഡന്റ് വിസ അപ്രൂവ് ആയേക്കാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചറിയാം. ഹായ് ഡോണ. ഹലോ. ഹായ്. ഡോണ എവിടെന്നാ വരുന്നത്? അങ്കമാലി നിന്നാണ്. പഠിച്ചതും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഞാൻ +2 ഗ്രാജുവേറ്റ് ആണ്. ഇവിടെ നെടുമ്പാശ്ശേരി MHSൽ ബയോമാക്സ് ആയിരുന്നു എടുത്തത്. BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വിസ അപ്രൂവ് ആയി. ഹാപ്പി ആയോ? ഹാപ്പിയാണ്. ഈ ശരിക്കും BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിന്റെ ഒരു ഓപ്ഷൻ എടുക്കാൻ എന്താണ് ഒരു മോട്ടിവേഷൻ ഉണ്ടായത് ശരിക്കും? ഞാൻ ആക്ച്വലി കുറെ കൺട്രീസ് നോക്കിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ PR ഓപ്ഷൻസ് ഉള്ളതും സ്റ്റേ ബാക്ക് കിട്ടുന്നതും നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ന്യൂസിലാൻഡിലായതുകൊണ്ടാണ് ന്യൂസിലാൻഡ് തെരഞ്ഞെടുത്തത്. ഓക്കെ. ഡോണ ആക്ച്വലി നമ്മുടെ കൊച്ചി, അങ്കമാലി അല്ലെങ്കിൽ കേരളം നോക്കുകയാണെങ്കിൽ ന്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി ഏജൻസികളുണ്ട്. അപ്പോൾ ഈ ഏജൻസികളൊന്നും നോക്കാതെ ചോയ്സ് ക്യാമ്പയിൻസ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാൻ കാരണം? എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ട്രസ്റ്റഡ് റെഫറൽ ഉണ്ടായിരുന്നു. ആളും ഇതേപോലെ ചോയ്സ് ക്യാമ്പയിൻസ് വഴി ബാച്ചലർ ഓഫ് നഴ്സിംഗിന് ന്യൂസിലാൻഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ആൾക്കും ഇങ്ങനെ കുറേ ഏജൻസീസ് സമീപിച്ചിട്ടും കുറേ ITRനും പേപ്പർ വർക്കിനൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവനാണ് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ അതുവഴിയാണ് ഞാൻ ചോയ്സ് ക്യാമ്പയിൻസിലേക്ക് എത്തിപ്പെട്ടതും കാര്യങ്ങളെല്ലാം ഓക്കെ ആയത്. ഓക്കെ. ന്യൂസിലേക്ക് നോക്കുമ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ട്. ഓഫർ ലെറ്റർ, അതേപോലെ ആപ്ലിക്കേഷൻ ഇടണം, വിസ പ്രോസസ്സിങ്. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ഹാർഡായിട്ട് തോന്നിയോ അതോ ഭയങ്കര എളുപ്പമായിരുന്നു? എങ്ങനെയായിരുന്നു ഫീൽ ചെയ്യുന്നത്? ഇല്ലില്ല, ഒട്ടും അങ്ങനെ എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ ലിബ്ന ചേച്ചിയും അശ്വതി ചേച്ചിയും ബെൻസൺ സാറൊക്കെ കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒട്ടും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ലേറ്റ് നൈറ്റ് ആയാൽ പോലും ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഡിലേ വരാതെ തന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വരെയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി വിസ പ്രോസസ്സ് നോക്കുമ്പോൾ ചില കൺട്രികൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ, UK, അയർലൻഡൊക്കെ വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഫീസ് അടയ്ക്കണം. അത് ഭയങ്കര പാരൻസിന് ഭയങ്കര കൺസേൺ ആയിരിക്കും. അയ്യോ വിസ കിട്ടില്ല, എൻ്റെ കാശ് പോകും, അങ്ങനെയൊക്കെ. ഡോണ ന്യൂസിലേക്ക് പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ചെയ്ത ഈ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു? വിസ കിട്ടിയതിന് ശേഷമാണോ ഫീസ് അടച്ചത്, വിസയ്ക്ക് മുമ്പാണോ ഫീസ് അടച്ചത്, എങ്ങനെയായിരുന്നു? ന്യൂസിലാൻഡ് വിസ കിട്ടിയിട്ട് ഫീസ് അടച്ചാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അത് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. ഓക്കെ. ഒരു ഉറപ്പുണ്ടായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഒക്കെ നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നു ആ ഒരു ഡിസിഷനായിട്ട്. ഓക്കെ ആയിരുന്നു. +2 കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റഡി അബ്രോഡ് ന്യൂസിൻ്റെ പോലുള്ളൊരു കൺട്രി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി, ഈ ഒരു സജഷനിലേക്ക് എത്തിപ്പെട്ടത് പാരൻസ് ത്രൂ ആണോ, ഫ്രണ്ട്സ് ത്രൂ ആണോ, അതോ ഇൻഡിവിജ്വൽ റിസർച്ചിലൂടെയാണോ എത്തിപ്പെട്ടത്? മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു പുറത്ത് അബ്രോഡ് തന്നെ പോയി പഠിച്ചാൽ മതി എന്നുള്ളത്. പിന്നെയാണ് ന്യൂസിലാൻഡ് നല്ലൊരു കൺട്രി ആയിട്ട് കിട്ടിയതും പിന്നെ ചോയ്സ് ക്യാമ്പയിൻസ് നല്ല ഏജൻസി കിട്ടിയതും പിന്നെയാണ്. ഓക്കെ. ഡോണ ആക്ച്വലി ന്യൂസിലാൻഡിലേക്കുള്ള ഒരു സ്റ്റുഡന്റ് വിസയുടെ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? നവംബർ ലാസ്റ്റോടുകൂടി നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു. അന്നാണ് നമ്മൾ ഓഫർ ലെറ്ററിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ നവംബർ തൊട്ട് ഇപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 4-5 months ആയുള്ളൂ വിസ അപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നോ, ഫുൾ FD ആയിരുന്നോ? എഡ്യൂക്കേഷൻ ലോണും ഉണ്ടായിരുന്നു, നമ്മുടെ FDയും കുറച്ച് കാണിച്ചായിരുന്നു. ഓക്കെ. അപ്പോൾ വിസ കിട്ടി കഴിയുമ്പോൾ എത്രയാണ് ഫീസ് അടച്ച കോളേജിലേക്ക്? ഒരു 17 lakhs ആണ് അടച്ചത്. അത് ഒരു ഫസ്റ്റ് ഇയറിന്റെ ഫീസ് ആണ്. പിന്നെ പിന്നീട് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാം. ഓക്കെ. ന്യൂസിലാൻഡ് നോക്കുമ്പോൾ എത്ര മണിക്കൂർ സ്റ്റുഡന്റിന് വർക്ക് ചെയ്യാൻ പറ്റും? 25 hours ആണ്. അത് വീക്കിലി വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ അതിൽ നടന്നു പോകുന്ന എന്തെങ്കിലും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഡേവിസേട്ടൻ എവിടെന്നാ വരുന്നത്? അങ്കമാലിലാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഡോണയ്ക്ക് ന്യൂസിലേക്ക് BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വിസ അപ്രൂവ് ആയേക്കാണ്. അപ്പോൾ ചേട്ടൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. +2 കഴിഞ്ഞതിന് ശേഷം ഡോണയായിരുന്നോ അതോ ഫാമിലി ആയിരുന്നോ ഡോണേനെ BS നഴ്സിംഗിന് വേണ്ടിയിട്ട് എബ്രോഡ് വിടാൻ തീരുമാനിച്ചായിരുന്നേ? അത് ഡോണയ്ക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എബ്രോഡ് പോകണമെന്നും എബ്രോഡ് തന്നെ പഠിക്കണമെന്നും ഉണ്ടായിരുന്നു. ജിൻസ് ചേച്ചി, ഞാൻ മോളോട് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ, എറണാകുളത്ത് നോക്കുമ്പോൾ, അതല്ലെങ്കിൽ അങ്കമാലി ഏരിയയിൽ നോക്കുമ്പോൾ ഒത്തിരി ഏജൻസീസ് ന്യൂസിലാൻഡ് ചെയ്യുന്നവരുണ്ട്. ആ ഏജൻസീസ് ഒന്നും ചൂസ് ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡിയോട് എടുക്കാൻ കാരണം? ഞങ്ങൾ ആക്ച്വലി വേറെ 2 ഏജൻസികളെ കൂടി ഇതിനു മുമ്പ് ഞങ്ങൾ സമീപിച്ചായിരുന്നു. പക്ഷെ അവര് ഒരുപാട് ഫണ്ടിന്റെ ഇഷ്യൂ, ITRന്റെ ഇഷ്യൂ എല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ആകെ ഡെസ്പായ അവസ്ഥയിൽ മോളുടെ ഫ്രണ്ട് വഴിയായിട്ട് ഈ
ചോയ്സ് ക്യാമ്പയിൻസിനെ പറ്റി അറിഞ്ഞതും. ഓക്കെ. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ അന്വേഷിച്ചു, ലിൻസൺ സാറ്. അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഈ ITR-ന്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ അതുമൂലം ഞങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്യാനും ഇപ്പൊ ഞങ്ങൾക്ക് വിസയുടെ ഇതിനകത്ത് എത്തിപ്പെടാനും സാധിച്ചു. ചേച്ചി അവിടെ നിന്ന് ഡോക്യുമെന്റ്സുമായിട്ട് ചോയ്സ് ക്യാമ്പയിൻസിൽ വന്ന സമയത്ത് ചോയ്സ് ക്യാമ്പയിൻസ് ടീം ഈ ഒരു പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുമോ, അതല്ലെങ്കിൽ ചേച്ചിക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നു എന്തെങ്കിലും ചെയ്തായിരുന്നോ ശരിക്കും? ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ഒട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാതെ ഒട്ടും മെന്റൽ സ്ട്രെസ് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. വളരെ ഈസി ആയ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരികയും അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തായിരുന്നു. ഓക്കെ. ചേച്ചി പറഞ്ഞല്ലോ വേറെ ഏജൻസികൾ പോയിന്ന്. അപ്പൊ ആ ഏജൻസികൾ ശരിക്കും ന്യൂസിലേക്ക് പോകാൻ പറ്റില്ല എന്ന് എന്താണെന്ന് കാരണമാക്കി പറഞ്ഞു? അവര് ഫണ്ടിന്റെ മച്യൂരിറ്റി അധികം കാണിക്കണം, ITR കൂടുതൽ ഫയൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ സെയിം ടൈം ചേച്ചിയുടെ കയ്യിൽ ഉള്ള ഡോക്യുമെന്റ്സ് വെച്ച് ചോയ്സിലേക്ക് വന്നപ്പോ ചോയ്സ് ടീം എന്താ പറഞ്ഞത്? ചോയ്സ് ടീം ഞങ്ങളോട് അത് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, വേറൊരു സജഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്റെ ബ്രദറിന്റെ ബ്രദർ പുറത്തായിരുന്നു, പുറത്തുള്ളത് വെച്ച് അവരുടെ സാലറി സർട്ടിഫിക്കറ്റും അവര് നിങ്ങളെ ഇത് സഹായിക്കുന്ന ഒരു ഇതിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്താൽ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഓക്കെ. ഡോണയ്ക്ക് ന്യൂസിലേക്ക് വിസ അപ്രൂവ് ആയേക്കാണ്. ന്യൂസിന് എത്തിക്കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അതായത് എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അതിൽ ആസ് എ ഫാദർ ചേട്ടൻ വെറിയുണ്ടോ, അതോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇൻഫോംഡ് ആണോ, എങ്ങനെയാണ്? ചോയ്സ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പും അക്കോമഡേഷനും എല്ലാം ചോയ്സ് ക്യാമ്പയിൻസ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. അബ്രോഡ് പോകുന്ന സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസിനോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ന്യൂസിലൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ബെറ്റർ ചോയ്സ് ക്യാമ്പയിൻസ് തന്നെയായിരിക്കും. ഞാൻ വേറെ കുറേ ഏജൻസീസ് നോക്കിയപ്പോൾ അവരുടെ ടീമായിട്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. മൊത്തം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. പേപ്പർ വർക്ക് കുറേ 6 മന്തൊക്കെ ഫണ്ടിൻ്റെ മെച്യൂരിറ്റി കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ചോയ്സ് ക്യാമ്പയിൻസ് വന്നപ്പോഴാണ് എനിക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടും സ്റ്റാഫ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ വെൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ ചോയ്സ് ക്യാമ്പയിൻസ് റെക്കമെൻഡ് ചെയ്യും.